അപ്പോൾ ചൈനക്കാരൻ പറയാണ്, അയ്യോ അങ്ങ് എന്താണ് ഈ പറയുന്നത്? 12 വർഷം ഒരു ഊനവും കൂടാതെ എൻ്റെ സ്വത്ത് ഇവിടെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചതിന് ഞാനല്ലേ അങ്ങേക്ക് തരേണ്ടത്? അപ്പം നമ്പൂരി പറഞ്ഞു അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ചീനക്കാരൻ പറഞ്ഞു, എന്തായാലും എൻ്റെ ഭരണികൾ ഞാൻ എടുക്കുന്നതായിരിക്കും, പക്ഷെ പലിശ എന്ന് പറഞ്ഞത് അവിടുന്ന് തിരിച്ച് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചെറിയ ഭരണികൾ 10 ഇല്ലത്തിൻ്റെ അകത്തേക്ക് തന്നെ കയറ്റി വെച്ചു. എന്നിട്ട് യാത്ര പറഞ്ഞിറങ്ങും മുമ്പ് ഈ സ്വന്തം ഭരണികളുണ്ടല്ലോ വലുത് 10 അതിൽ ഒരു ഭരണി ഒഴിവാക്കി എടുത്തിട്ട് ഈ ഭരണി അങ്ങോട്ട് നമ്പൂരിക്ക് സമ്മാനമായിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതൊരു വിശേഷപ്പെട്ട ഭരണിയാണ്, ഇതിൻ്റെ വായയ്ക്ക് ഒരു കോടലുണ്ട്, അതുകൊണ്ട് ഒരു തർക്കടവും ഇല്ല, ഇതുള്ള സ്ഥലത്ത് ഐശ്വര്യം എന്നും നിലനിൽക്കും. ഇനി മറ്റൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഈ ഭരണിയിൽ മാങ്ങ ഉപ്പിലിട്ടാൽ അത് എത്ര കാലമായാലും കേടാവില്ല, അതിന് സവിശേഷമായിട്ടുള്ള ഒരു സ്വാദ് ഉണ്ടായിരിക്കുകയും ചെയ്യും. നമ്പൂരി തൊഴുതും കൊണ്ട് ആ സമ്മാനം അങ്ങോട്ട് സ്വീകരിച്ചു. ആ ഭരണിയാണ് പാണ്ടൻ പറമ്പത്തെ കോടൻ ഭരണി. ഈ പാണ്ടൻ പറമ്പത്തെ കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങയുടെ സ്വാദിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ണാം ഒരാൾക്ക്, അത്ര സ്വാദാണെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് മുറജപം നടക്കുകയാണ്. എല്ലാ ദിവസവും ബ്രാഹ്മണ ഭോജനവും പതിവുണ്ട്. അതിന് അതിവിശേഷമായിട്ടുള്ള സദ്യയാണ് പതിവ്. ഒരു ദിവസം 2 നമ്പൂതിരിമാർ, അപ്പൻ നമ്പൂതിരിയും തുപ്പൻ നമ്പൂതിരിയും, അവരിങ്ങനെ അടുത്തടുത്തിരുന്ന് ഊണ് കഴിക്കുകയാണ്. അപ്പോൾ അപ്പൻ നമ്പൂതിരി ചോദിച്ചു, സദ്യവട്ടങ്ങളൊക്കെ അതികേമായുണ്ടല്ലേ ചോദിച്ചു. അപ്പോൾ തുപ്പൻ നമ്പൂരി പറയാ, ഒരു ചെറിയ കുറവുണ്ട്. അപ്പോൾ അപ്പൻ നമ്പൂരി ചോദിച്ചു, അതെന്താ അത്? അപ്പോൾ തുപ്പൻ നമ്പൂരി പറയാണ്, ആ പാണ്ടൻ പറമ്പത്തെ കോടംപരണിയിലെ ഉപ്പുമാങ്ങയുടെ ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബഹുകേമായേനെ എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് മഹാരാജാവ് ഊട്ടുപുരയിലേക്ക് വരുന്നത്. അദ്ദേഹം ഉടനെ തന്നെ ഭടന്മാരെ വിളിച്ചു പറഞ്ഞു, പാണ്ടൻ പറമ്പത്ത് പോയിട്ട് അവിടുത്തെ കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ എത്രയാ കിട്ടുക വെച്ചാൽ അത്രയും വാങ്ങിച്ചു വരിക എന്ന് പറഞ്ഞു. പിന്നെ ഭടന്മാരെ അപ്പോൾ തന്നെ പാഞ്ഞു ഇല്ലത്ത് ചെന്നു. അവിടെ കോടൻ ഭരണിയിൽ ഉണ്ടായിരുന്ന ഉപ്പുമാങ്ങ മുഴുവനും വാങ്ങിച്ചു, അവർക്ക് വേണ്ടുന്ന സമ്മാനവും കൊടുത്തു. എന്നിട്ട് പാഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയോടടുത്തപ്പോൾ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു. അപ്പം അന്ന് രാത്രിയിലത്തെ സദ്യ തമ്പുരാനും അവിടെ വന്നു. അപ്പോൾ അപ്പൻ നമ്പൂരിയും തുപ്പൻ നമ്പൂരിയും തലേ ദിവസത്തെ പോലെ അടുത്തടുത്തിരുന്ന് ഉണ്ണാണ്. ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ തുപ്പൻ നമ്പൂരി ഒരു ഉപ്പുമാങ്ങ കഷ്ണം കണ്ടു. അദ്ദേഹത്തിന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. വായിലിട്ട് രുചിച്ചു നോക്കി, ആഹാ ആ കുറവും തീർന്നു. അപ്പോൾ അപ്പൻ നമ്പൂരി ചോദിച്ചു, എന്താ പറയണേ ചോദിച്ചു. ഇതാ കണ്ടോ, ഇതാണ് പാണ്ടൻ പറമ്പത്തെ കോടംപരണിയിലെ ഉപ്പുമാങ്ങ. വളരെ രുചിയോടെ അദ്ദേഹവും കഴിച്ചു ഭക്ഷണം, അപ്പം നമ്പൂരിയും കഴിച്ചു. ബാക്കി എല്ലാ നമ്പൂരിമാർക്കും ഈ ഉപ്പുമാങ്ങ വളരെ സ്വാദിഷ്ടമായി തോന്നി. തിരുമനസ് എന്ത് ചെയ്തു വെച്ചാൽ മടങ്ങി അറയിൽ ചെന്നിരുന്നിട്ട് ഒരാളെ വിട്ടിട്ട് ഈ തുപ്പൻ നമ്പൂരിയെ വിളിപ്പിച്ചു. രാജാവ് ഇങ്ങനെ വിടർന്ന ചിരിയോടെ പറഞ്ഞു, രുചിയോടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതും ഒരു കലയാണ്, താങ്കൾക്ക് അതുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനൊരു സമ്മാനവും കൊടുത്തു.